ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 42 വാക്യം 10. നിൻ്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 42 സങ്കീർത്തനം കോരഹ് പുത്രന്മാരുടെ ഒരു ധ്യാനമാണ്. ഇവിടെ കോരഹ് പുത്രന്മാർ തങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധികളെ, കഷ്ടതകളെ ഓർക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അവർ അനുഭവിച്ച വേദനകൾ, അവർ കടന്നുപോയ കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങൾ, പല തരത്തിലുള്ള നിന്ദകൾ, പരിഹാസങ്ങൾ. പ്രത്യേകിച്ച് അവർ കഷ്ടതയിലായിരുന്നപ്പോൾ അവരുടെ ശത്രുക്കൾ അവരെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഇടയായി. നിങ്ങൾ ഈ അവസ്ഥയിൽ, ഈ കഷ്ടതയിലായി തീരുവാൻ നിങ്ങളുടെ പാപങ്ങൾ ഒരുപക്ഷെ കാരണമാകാമെന്ന് പറഞ്ഞവരെ നിന്ദിച്ചു കാണും. മാത്രമല്ല, നിങ്ങൾക്കൊരു ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ദൈവം ഇപ്പോൾ എവിടെയാണ്? ആ ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോരഹ് പുത്രന്മാരുടെ ശത്രുക്കൾ ഇവരെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഇടയായി. നമ്മുടെയും ജീവിതത്തിൽ സമാനമായ അവസ്ഥകൾ ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുണ്ടാകാം. സുവിശേഷങ്ങളിലും നാം ഇതുപോലെയുള്ള അനുഭവങ്ങൾ വായിക്കുന്നുണ്ട്. ഒരു കുരുടനെക്കുറിച്ച് ചിലർ യേശുവിനോട് ചോദിച്ച ചോദ്യം അതിന് ഉദാഹരണമാണ്. ഇവനിങ്ങനെ അമ്മയുടെ ഗർഭം മുതൽ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരുടെ പാപമാണ് ഇങ്ങനെ ഇവൻ ജനിക്കുവാനിടയായെന്ന് യേശുവിനോട് ചോദിക്കുവാനിടയായിട്ടുണ്ട്. അവർ ചിന്തിച്ചത് ഈ കുരുടൻ്റെയോ അഥവാ അവൻ്റെ മാതാപിതാക്കളുടെയോ പൂർവ്വപിതാക്കന്മാരുടെയോ പാപം കാരണമാണ് അവനങ്ങനെ ജനിച്ചു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കഷ്ടതയിലൂടെ നാം കടന്നു പോകുമ്പോൾ ചിലരുടെ എല്ലാം മനോഭാവം അപ്രകാരമായിരിക്കും. നാം ഏതോ കൊടിയ പാപം, മാരക പാപം ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതെന്ന്. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ കഷ്ടതയിലൂടെ ആ നിത്യ സൗഭാഗ്യത്തിലേക്ക്, നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് വചനം തന്നെ പറയുന്നത്. മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ്. നാം അനേക കഷ്ടതകളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാവുന്നു എന്നും വചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന കഷ്ടതകളുടെ അർത്ഥങ്ങൾ തിരയുന്നതിലല്ല, അവിടെ നാം സ്വയം നമ്മെ തന്നെ ബലപ്പെടുത്തുകയത്രേ വേണ്ടത്. ഇവിടെ കോരഹ് പുത്രന്മാർ കഷ്ടതയിലായിരുന്നപ്പോൾ അവരുടെ ശത്രുക്കൾ അവരെ നിന്ദിച്ചു. എന്നാൽ ഈ കോരഹ് പുത്രന്മാർ ആ ശത്രുക്കളുടെ നിന്ദയും പരിഹാസവും നേരിട്ടത് ഒരു വിചിത്രമായ രീതിയിലൂടെയാണ്. അഥവാ അവർ സ്വയം അവരെ തന്നെ ബലപ്പെടുത്തുകയായിരുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവിടുന്ന് എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാവുന്നു എന്ന് അവർ സ്വയം പറഞ്ഞ് അവരെ തന്നെ ബലപ്പെടുത്തുകയും അവരുടെ വിശ്വാസം മുറുകെ പിടിക്കുകയും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്തുകൊണ്ട് അവർ ആ കഷ്ടതയെ,
ആ ശോധനയെ, ആ ശത്രുക്കളുടെ നിന്ദയെ, പരിഹാസത്തെ നേരിട്ടു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സമാനമായ അഥവാ ഇതിൽ നിന്നും വ്യത്യസ്തമായ പരീക്ഷകൾ, ശോധനകൾ, കഷ്ടതകൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കും കോരഹപുത്രന്മാരെ പോലെ സ്വയം ബലപ്പെടുവാൻ കഴിയണം. നാം നമ്മെ തന്നെ സ്വയം ബലപ്പെടുത്തിയെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കോരപുത്രന്മാരെ പോലെ എൻ്റെ ആത്മാവെ, നീ ഈ സമയം വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുകയല്ല, പ്രത്യുത ദൈവത്തിൽ വിശ്വാസവും പ്രത്യാശയും വച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം നയിക്കുക എന്ന് നമുക്ക് സ്വയം ബലപ്പെടാം. ആമേൻ, ആമേൻ.